عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. سورة البينة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. സൂറത്തുൽ ബയ്യിന. ബയ്യിന എന്ന് പറഞ്ഞാൽ വ്യക്തമായ, നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയില്ലേ, വ്യക്തമായ എന്ന ഒരു അർത്ഥമാണ് ഇതിന്, സൂറത്തിന് നമുക്ക് പറയാൻ പറ്റുക. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ് വൽ മുശ്രിക്കീൻ. അഹ്ലിൽ കിതാബ് ആരാണ്, മുശ്രിക്കീൻ ആരാണ്? ഈ രണ്ട് വേർഡാണ് ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത്. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേദക്കാർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുമ്പ് വേദക്കാരായ എന്ന് വെച്ചാൽ അതിനു മുമ്പുള്ള പ്രവാചകന്മാരുടെ പിൻഗാമികൾ. ഈസ അലൈഹിസ്സലാം ഇഞ്ചീൽ, ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ സബൂർ, മൂസ അലൈഹിസ്സലാമിൻ്റെ തോറ, ഇതൊക്കെ വേദങ്ങളാണ്. ഖുർആൻ പോലെയുള്ള മുമ്പത്തെ വേദഗ്രന്ഥങ്ങളാണ്. അവരുടെ വേദഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള വിശുദ്ധ വേദവാക്യങ്ങൾ, പ്രവാചകന്മാർ വഴി വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ ദൈവിക നിർദ്ദേശങ്ങൾ തന്നെയാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അതിൽ മാറ്റമൊന്നുമില്ല, ഒന്നു തന്നെയാണ്. പക്ഷേ കാലാന്തരത്തിൽ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ മാറ്റം അവരുണ്ടാക്കി. അവർ എന്ന് പറഞ്ഞാൽ വേദക്കാരായ ആളുകൾ. യഥാർത്ഥത്തിൽ വേദക്കാരായ ആളുകൾ ഒരിക്കലും അഹ്ലുൽ കിതാബുകാർ ബഹുദൈവ വിശ്വാസികൾ ആയിരുന്നില്ല, ഷിർക്ക് ചെയ്യുന്നവരായിരുന്നില്ല. അവർ മുശ്രിക്കീൻ, ഷിർക്ക് ചെയ്യുന്ന ബഹുദൈവാരാധകരായിരുന്നില്ല. എന്നാൽ കാലാന്തരങ്ങളിൽ കഅബ എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രതീകമായ ലോക കേന്ദ്രത്തിന് അവിടെ വരെ 360ഓളം വിഗ്രഹങ്ങളെ സ്ഥാപിച്ച് ആരാധന നടത്തിയിരുന്ന വേദക്കാർ, അവരെയും വേദക്കാരായ അറബുകളാണല്ലോ. അറബ് ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ കാലശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ അത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിന് ശേഷം ജീവിച്ച തലമുറ ഇങ്ങനെ മാറുന്നതനുസരിച്ച് അവർ ബിദഅത്ത്, അതായത് ആദ്യം എല്ലാ സമൂഹവും ബിദഅത്തിലേക്കാണ്. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ പുത്തൻ ആചാരങ്ങളിലേക്കാണ് വഴിമാറുക. ആചാരങ്ങൾ പിന്നെ ളലാലത്തിലേക്കും, ളലാലത്ത് പിന്നെ ഷിർക്കിലേക്കുമാണ് വഴിമാറുക. അതുപോലെ അതിൻ്റെ മലയാളം പറയുകയാണെങ്കിൽ പുതുതായി ഉണ്ടാകുന്ന ആചാരങ്ങൾ, പുതിയ ചടങ്ങുകൾ, എന്തെങ്കിലും ഒരു പുതിയ, എല്ലാം ബിദഅത്താക്കേണ്ടതും ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊരു സ്ഥിരം എന്തെങ്കിലും ഒന്ന് ദീനിയായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങുമ്പോഴത്തെ അത് ബിദഅത്താണ്, അത് നമ്മളില്ലാത്തത് എന്ന് പറയേണ്ട അവസ്ഥയിൽ. എന്നാൽ ബിദഅത്തായിട്ട് ആരാധനാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, മറ്റ് പിന്നെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്ത് പറയുന്നത് നിക്കാഹ്. നിക്കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവിത്രമായ ഒരു ഇബാദത്താണ് ഇസ്ലാമിൽ. അപ്പോൾ ഈ ഇബാദത്താകുന്ന നിക്കാഹിലേക്ക് അഡീഷണലായിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം പല 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 കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് വന്ന് അത് ദൂരത്തിലേക്കും പിന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അത് നിക്കാഹിനെ കൊണ്ടുപോയി. നമ്മുടെ നാട്ടിലറിയാം എന്തൊക്കെ കോപ്രായങ്ങളാണ് നിക്കാഹിൻ്റെ പേരിൽ നാട്ടിൽ നടക്കുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് എന്താവുന്നു, അത് മെല്ലെ ബിദഅത്തിലേക്ക്, പുതിയ ചടങ്ങുകളിലേക്ക് എത്തുകയും പിന്നെ അത് വഴികേടിലേക്ക്, പിന്നെ വഴിവിട്ട നിക്കാഹിൻ്റെ പന്തലിൽ വെച്ച് തന്നെ അടികൂടി നിക്കാഹിൻ്റെ ദിവസം തന്നെ മുടങ്ങിയ കല്യാണങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും പിന്നീട് അത് മെല്ലെ മെല്ലെ ഇങ്ങനെ ഷിർക്കൻ ആചാരങ്ങളിലേക്ക്, ബഹുദൈവ ആരാധന, അള്ളാഹുവെ വിട്ടുള്ള ഇതര ദൈവങ്ങളെ അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തും. അങ്ങനെ എത്തുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇതാണ് അഹ്ലുൽ കിതാബുകാരായ ആളുകൾ. പിന്നെ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പുരോഹിതന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല, ഒരാളുടെ മേലെയോ താഴെയോ അല്ല. ആരുടെങ്കിലും മേലെ ആണെങ്കിൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൽ തഖ്വയുള്ള ആളുകളാണ് മേലെയായിട്ട് വരിക. അപ്പോൾ അള്ളാഹുവുമായിട്ട് അടുത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഭൂമിയിൽ വെച്ച് ഒരാളുടെ വേഷം കൊണ്ടോ, അല്ലെങ്കിൽ ഒരാൾ പള്ളിയിൽ ഉസ്താദ് ആയതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരാൾ ഇമാം ആയതുകൊണ്ടോ, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ടോ ഒന്നും വലിയ ആളാവാൻ പോകും. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നേക്കാൾ വലിയ ആളല്ല, ഞാൻ നിങ്ങളെക്കാൾ ചെറിയ ആളുമല്ല. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ സമസൃഷ്ടികളാണ്.
അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ ഞാനാണോ നിങ്ങളാണോ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഉന്നതന്മാർ എന്ന്. അത് നാളെ അറിയുള്ളൂ. ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ലാബും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അഹ്ലുൽ കിതാബുകാരായ ഈ ആളുകൾ അല്ലെങ്കിൽ മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ഷിർക്കൻ, അതായത് അവർ ഈ ക്രിസ്ത്യാനികളുമല്ല ജൂതന്മാരുമല്ല, വേറൊരു ഭാഷ പറയുകയാണെങ്കിൽ. ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒന്നും അല്ലാതെ യാതൊരു ഉരുമ്പേരും ഇല്ലാതെയും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഏകദൈവത്വത്തിൽ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാവുന്ന ഒരു പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ ഈ ഒരു ഷിർക്കൻ രീതികളോടൊന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു, മദ്യപിക്കാറില്ലായിരുന്നു. ഒരു സംശുദ്ധനായ ഒരു വ്യക്തിയാണ്, നാട്ടിലൊരു പ്രമാണിയാണ്, അതോടൊപ്പം നല്ലൊരു വ്യക്തി കൂടിയായിരുന്നു. അങ്ങനെയുള്ള എത്രയോ മനുഷ്യന്മാർ വറക്കത്ത് ബിൻ നൗഫൽ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം ലഭിച്ച ഉടനെ അവർ വറക്കയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അദ്ദേഹം ഇതുപോലെ ഒരു സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരു ഏകദൈവ വിശ്വാസിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള വിശ്വാസികൾ അവിടെ ഉണ്ട്. ക്രിസ്ത്യാനികളായിക്കൊള്ളണമെന്നില്ല, ഒരുപക്ഷെ ജൂതന്മാരായിക്കൊള്ളണമെന്നില്ല, മൂസ അലൈഹി സ്വലാമിൻ്റെയോ ഈസാ അലൈഹി സ്വലാമിൻ്റെയോ അനുയായികളല്ലാത്തവർ തന്നെ അവിടെ ഉണ്ട്. പിന്നെ അറബികളിൽ മാത്രമല്ല ഇവിടെ പറയുന്നത്, ഈ അഹ്ലുൽ കിതാബുകാരും മുശ്രിക്കുകളും അറബികൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ആ കാലഘട്ടത്തിലുള്ള റോമിലും പേർഷ്യയിലും ഉള്ള ഈ ഹിബ്രു ഭാഷ സംസാരിക്കുന്ന, അരാമിക് ഭാഷ സംസാരിക്കുന്ന ഇവരൊക്കെ അതിൽ പെടുന്നുണ്ട്. ഇവരുടെ നിഫാക്ക് അല്ലെങ്കിൽ മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന, അവരുടെ അഹ്ലുൽ കിതാബുകാരായ ആളുകളെല്ലാം റസൂലും മിനല്ലാഹി യത്ലു സുഹഫ മുത്തഹറ, ഈ ആയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടെടുക്കൊണ്ട് ആദ്യം ഇതിൻ്റെ അർത്ഥം പറയണം. അതും അതിൻ്റെ ബോൽഫലകമായിട്ട് മൂന്നാമത്തെ ആയത്ത് ഫിഹ കുത്തുബും ഖയ്യിമ, വ്യക്തമായിട്ടുള്ള വേദവും അവർക്ക് പാരായണം ചെയ്യുന്ന റസൂൽ ആര്? മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂലായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹഫ മുത്തഹറ, സംശുദ്ധമായ വിശുദ്ധ വേദഗ്രന്ഥം അവർക്ക് പാരായണം ചെയ്യുന്ന റസൂൽ അവർക്ക് വ്യക്തമായ ഏടുകൾ മുസാഫ് അവർക്ക് അവതരിപ്പിച്ച ശേഷം ആണ് അവർ എന്തായിട്ടുള്ളത്, വ്യതിചലിച്ചു പോയത്. അവരുടെ അഭിപ്രായങ്ങൾ അതിനു മുമ്പ് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിൻ്റെ മുമ്പൊക്കെ അവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ഒരു അന്ത്യപ്രവാചകൻ്റെ വരവിനെ. അതിൻ്റെ അടയാളങ്ങളൊക്കെ വളരെ കാലങ്ങളായിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതൊരിക്കലും അവർ അറബികളിൽ നിന്ന് വരുമെന്ന് ഒരിക്കലും അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം അറബ് എന്നല്ല വരേണ്ടത്, പ്രവാചക പരമ്പര അറേബ്യൻ പാരമ്പര്യത്തിലല്ല വന്നിട്ടുള്ളത്. നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ പുണ്യപ്രവാചകന്മാരുടെ ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള 25 നബിമാരുടെ വളരെ 4 or 5 അതിൽ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാം അറബി അല്ല, എന്നാൽ അറബി സംസാരിക്കുമായിരുന്നു. പിന്നെ ഈ ജുർഹൂം ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിച്ചിട്ട് വിവാഹ ബന്ധത്തിലൂടെ അറബ് ലോകത്തേക്ക് കണക്റ്റ് ആവുകയാണ്. പിന്നെ ആ പരമ്പരയിലാണ് അറബിയായിട്ട് ഒന്ന് പ്രാദേശിക വർഗീയവാദം അല്ലെ ഭാഷാപരമായിട്ട് ഇപ്പോൾ ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പം മലയാളികൾ എന്ന് പറയുമ്പോൾ അല്ലെ തമിഴ്നാട്ടുകാർക്കാണ് കുറച്ചുകൂടെ ഈ ഭാഷയിൽ ഒരു വളരെ സ്ട്രോങ് ആണ്. അപ്പം അതുപോലെ ഒരു വാദം അവർക്ക് ഹിബ്രു ഭാഷ സംസാരിക്കുന്നവരൊക്കെ തമ്മിലുണ്ടായിരുന്നു. ഒന്ന് പിന്നെ രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ടായിരുന്നു. അറബ് ദേശമല്ല, ഞങ്ങളുടെ ദേശമാണ് പുണ്യപ്രദേശങ്ങൾ, ഇവിടെ നിന്നാണ് പ്രവാചകന്മാരൊക്കെ. ശരിയാണ്, അവിടെ നിന്നാണ്. ഇപ്പോൾ ഇറാഖിൽ നിന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാം വന്നത്. അതുപോലെ തന്നെ ഐസ അലൈഹി സ്വലാമിൻ്റെ, മൂസ അലൈഹി സ്വലാമിൻ്റെ, ഈജിപ്തിൽ നിന്ന് മൂസ അലൈഹി സ്വലാം, അപ്പോൾ അവരുടെയൊക്കെ പാരമ്പര്യം അവിടെയാണ്. അപ്പോൾ അത് സൗദി എന്ന് പറയുന്ന ഇന്നത്തെ സൗദി, മക്ക, ആ പ്രദേശത്ത് നിന്ന് ഒരു പ്രവാചകൻ വരുന്നതിനെ പറ്റി അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. 1. 2, അവരുടെ ബിസിനസ്സും അവരുടെ നാടും അവരുടെ കൾച്ചറൊക്കെ ഈ പാരമ്പര്യത്തിൽ അവർ ആണ്ട് പൂണ്ടെടുക്കും. പ്രത്യേകിച്ച് മുശ്രിക്കുകളുടെ കാര്യത്തിൽ, മുശ്രിക്കുകൾ ശിർക്ക് ചെയ്യുന്നവരാവട്ടെ അവരുടെ പാരമ്പര്യ ദൈവങ്ങൾ ലാത്ത ഉസ്സ മനാത്ത, അതിലും അഹ്ലുൽ കിതാബുകാർ സ്വന്തം ജനങ്ങളെ ആ പൗരോഹിത്യത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ജനതയായിരുന്നു. അവർക്ക് പെട്ടെന്ന് ഇതിലേക്ക് ഈ ദൈവത്തിലേക്ക് അല്ലെ യഥാർത്ഥ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ പ്രവാചകരിലേക്ക് ഈ അധ്യാപനങ്ങളിലേക്കൊന്നും വഴിമാറി ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. എന്നിട്ട് അടുത്ത ആയത്ത് അതിന് പറയാം വമ, ഇതൊക്കെ കണക്റ്റഡ് ആണ്, ഓരോ ആയത്തും അടുത്ത ആയത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കിടക്കുന്നത്. വമ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന. അപ്പോൾ ഈ ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന, അവർ ഭിന്നിച്ചത്, അവരുടെ അഭിപ്രായങ്ങളൊക്കെ വിഘടിച്ചു പോയത്
അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതൊക്കെ ഈ വേദഗ്രന്ഥം വ്യക്തമായിട്ട് വന്നിട്ടാണ്. ഈ ബയ്യീന എന്ന് പറഞ്ഞാൽ വ്യക്തമായ, ഇതിൽ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയില്ല, നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അത്രയും ക്ലിയർ ആയിട്ടുള്ള അധ്യാപനങ്ങൾ വന്നു. ഒമ ഉമിറു ഇല്ലാ ലിയഅ്ബുദല്ലാ. എന്താണ് അധ്യാപനം? ആ കാര്യം എന്താ? ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. അവർ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ എന്താണോ അള്ളാഹു പറഞ്ഞത് അത് തന്നെയാണ് അതായത് വിശുദ്ധ ഖുർആൻ്റെ അടുത്ത വേർഷൻ, നമ്മളിപ്പോൾ അപ്ഡേറ്റഡ് വേർഷൻ എന്നൊക്കെ പറയില്ലേ, അതായത് നേരത്തെ വന്നിട്ടുള്ള വേദങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് അതും പ്ലസ് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശകമായിട്ടാണ് വിശുദ്ധ ഖുർആൻ വന്നത്. എന്താ പറഞ്ഞത്? വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അതന്നെ പറഞ്ഞ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. അപ്പോൾ അത് മുശ്രിക്കുകളും ഇത് കേൾക്കുന്നുണ്ട്. മുശ്രിക്കുകളിൽ നല്ലൊരു വിഭാഗവും പറഞ്ഞല്ലോ, ഈ ഒരു ലാത്ത ഉസ്സ മനാത്ത അല്ലെ ബുവൽ ദേവനോ ഇതൊക്കെ അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. ആരാണ് സൂര്യൻ ഉദിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു. പിന്നെ നിങ്ങൾ എന്തിനത് പ്രാർത്ഥിക്കുന്നത്? അത് ഞങ്ങളുടെ ഒരു ബർക്കത്തിന് വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്ന നാട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്തും അങ്ങനെയുള്ളവരുണ്ടല്ലോ. അങ്ങനെ അള്ളാഹു അവർ വിശ്വാസം കൊണ്ട് മാത്രം കാര്യമല്ല, ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന, അതിയായ കീഴ്വണക്കത്തോടും താഴ്മയോടും വയുഖീമുസ്സലാത്ത, നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും. നമ്മളൊന്ന് ഇവിടെ വളരെ അതിശയത്തോടെ കാണേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ഖുർആനിൽ എപ്പോഴും വയുഖീമുസ്സലാത്ത എന്ന് പറയുന്നിടത്തൊക്കെ വയുദ്ദു സക്കാത്ത് എന്നുണ്ട്. ഈ സക്കാത്തിന് 2 മീനിങ് മുഫസ്സിരീങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു മീനിങ് മാത്രമേ പലർക്കും അറിയുള്ളൂ. സാധാരണ സക്കാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കൊടുക്കുന്ന ഒരു വർഷത്തിലൊരിക്കൽ 2.5% കണക്കാക്കി കൊടുക്കുന്ന സക്കാത്താണ്. ഇതാണ് എന്നാണ് 99% മുഫസ്സിരീങ്ങൾ ഇതിനർത്ഥം വെച്ചിട്ട്. പക്ഷേ ഇതിൽ മറ്റൊരു മാന കൂടെ ഉണ്ട്. നമ്മുടെ ജീവിതം തന്നെ സക്കാത്താണ്. നമ്മൾ ആർക്കൊക്കെയോ സഹായമാകേണ്ടവരാണ്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ പിന്നെ മാല് എന്ന് പറഞ്ഞാൽ എല്ലാം, കാറും വാഹനങ്ങളും നമ്മുടെ മൊബൈൽ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ എക്യുപ്മെൻറ്റ്സ്, വീട്ടിലുള്ള കാര്യം, ഇതൊക്കെ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടുത്താൻ സാധിക്കേണ്ടതാണ്. നമ്മൾ അറുപുഷിക്കന്മാരായി ജീവിക്കേണ്ടവരല്ല. ഈ നിസ്കരിക്കുന്നവരുടെ ക്വാളിറ്റി ആയിട്ട് ഒമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് ബഖറയിലെ ആദ്യം തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ ചെലവഴിക്കാനുള്ള, അതായത് തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഭൗതിക വിഭവങ്ങൾ അത് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമല്ല, തൻ്റെ കുടുംബക്കാർക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കും ഒക്കെ അതിൻ്റെ പ്രയോജനങ്ങൾ കിട്ടുന്ന ഷജറത്തുൻ ത്വയ്യിബ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ വിശുദ്ധ ഖുർആൻ മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വരും. പക്ഷേ അങ്ങനെയുള്ള ഒരു നന്മ മരമായിട്ടൊരു മുസ്ലിം മാറണം എന്നാണ്. നിസ്കരിക്കുന്നവരുടെ ക്വാളിറ്റി അങ്ങനെ ആയിരിക്കണം. നമ്മൾ സമൂഹത്തിന് അത് മതം നോക്കിയിട്ടല്ല, മതത്തിൻ്റെ അപ്പുറം മനുഷ്യർക്ക് വേണ്ടി, സഹജീവികൾക്ക് വേണ്ടി സഹായഹസ്തങ്ങൾ നീട്ടാൻ, അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക വിഭവങ്ങൾ സക്കാത്തായിട്ട് അതൊക്കെ അവരും കൂടെ അതിൻ്റെ ഗുണകാംക്ഷികളായിട്ട് അല്ല ഗുണഭോക്താക്കളായിട്ട് മാറേണ്ട ഒരവസ്ഥയിലേക്ക് ഒരു വിശ്വാസം മാറണം. ഇതൊക്കെ ഇതിൻ്റെ ഇതിവൃത്തമാണ്. ഈ ദീന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് ദീൻ, ശരിയായ ദീൻ അതാണ്. ഓക്കെ, നമ്മളാലോചിച്ച് പോകാം. ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അതൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ വചനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വയുഖീമുസ് സ്വലാത്ത വയുത്തു സക്കാത്ത്, സക്കാത്തുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തുന്നുണ്ട്. അപ്പം ജീവിതത്തിൽ ഇത്, കാരണം സ്വലാത്ത് എന്നുള്ളത് നമുക്ക് വലിയ ഭാരമുള്ള കാര്യം. ഇപ്പം നല്ല എയർ കണ്ടീഷൻഡ് പള്ളികൾ, നല്ല അടിപൊളി മെത്തകളിൽ സുന്ദരമായിട്ട് നിസ്കരിക്കുന്നത് എന്നതൊരു പാഷനായിട്ട് മാറിയിട്ടുണ്ട്. നിസ്കരിക്കുക എന്നുള്ളത് നമ്മൾ നാട്ടുകാരെ കാണിക്കാനുള്ള ഒരു ഷോ ഓഫ് നടത്തുന്ന പോലെ ആയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു നമസ്കാരം സക്കാത്തിലേക്കും കൂടെ വരുമ്പോഴാണ് യഥാർത്ഥ ദീനായിട്ട് മാറുന്നത്. ഈ ഒരു സംഗതി ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാ, ഈ അബ്ദുല്ല എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു അബ്ദുല്ല എന്നുള്ളൊരു വാക്ക് അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് കാണാൻ പറ്റിയ സംഗതി അല്ല അത്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവിടെയാണ് ഈ അഹ്ലുൽ കിതാബുകാരും മുശ്രിക്കുകളും വിയോജിക്കുന്നത്. അവർക്ക് അവരുടെ ബിസിനസ്സിൽ ഇത് ഉൾപ്പെടുത്താൻ പറ്റില്ല. അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളിലോ അവരുടെ വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലൊന്നും ദീനിനെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കില്ല. അവരതിന് താല്പര്യമില്ല. അതൊന്നും അങ്ങനെയുള്ള ആളുകളുണ്ട്. രാഷ്ട്രീയത്തിൽ നമ്മൾ പറയണ്ട, രാഷ്ട്രീയം ഞങ്ങൾ എന്ത് കാര്യം ചെയ്യും, ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്ത് കളിയും കളിക്കും, ഞാൻ എങ്ങനെയും സമ്പാദിക്കും, ആരെ വേണേലും പറ്റിക്കും. അവിടെ ദീനുമായിട്ട് നിങ്ങൾ വരണ്ട. അല്ലെങ്കിൽ ചില ഡ്രസ് കോഡിൽ ഇന്നെ വേഷം ധരിച്ചു കഴിഞ്ഞാൽ എല്ലാമായി, പിന്നെ എന്ത് സ്വഭാവമായാലും കുഴപ്പമില്ല, നമുക്ക് എത്ര കമ്മീഷനും മേടിക്കാം, എത്ര പൂഴ്ത്തി വെപ്പും നടത്താം,
എത്ര കരിഞ്ചന്തയും നടത്താം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ബിസിനസ്സിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ, എൻ്റെ നാവ്, അതിൻ്റെ നാവ് കൊണ്ട് ഞാൻ എന്തും പറയും, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ആരോടും ചൂടാ, അതിലിപ്പോൾ ദീനൊന്നുമില്ല എന്നൊന്നുമല്ല. നമ്മുടെ നാവിലും നമ്മുടെ കണ്ണിലും നമ്മുടെ കാഴ്ചകളിലും നമ്മുടെ കേൾവിയിലും അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ പറയണം. അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ പറയുക. കാരണം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇത് എത്താത്തിടത്തോളം ഇത് ദീനുൽ ഖയ്യിമയായിട്ട് ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ എന്ന് മുഖ്ലിസീന, ഇഖ്ലാസോട്, നമ്മൾ ഇഖ്ലാസ് എന്നുള്ള പദം ഒന്നുകൂടെ അതൊന്ന് കുറച്ചൊന്ന് വിശദീകരിക്കാൻ പോവാണ്. ഇഖ്ലാസുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് അത്രയും അത്യന്തം ആത്മാർത്ഥമായിട്ടായിരിക്കണം. നമ്മൾ നിസ്കരിക്കുന്നതായാലും ഉള്ളു കൊടുക്കുന്നത് ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ആചാരമായിട്ട് മാറരുത്, ആചാരവും ചടങ്ങുമായിട്ട് മാറരുത്. നമ്മുടെ കർമ്മങ്ങളൊന്നും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ബിസ്മി ചൊല്ലിയാൽ പോരാ. നമ്മൾ ഒരു ഈ ഇഖ്ലാസിനെ ഞങ്ങൾ ബിസ്മിയായിട്ട് കണക്ട് ചെയ്യുക. നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുക, വളരെ സിമ്പിൾ. നമ്മൾ എത്രയോ വെള്ളം കുടിക്കുന്നുണ്ട്. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, ഉച്ചയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. ആ കുടിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ബിസ്മി പറയുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ സൈക്ലിങ്, ആകാശലോകത്ത് നിന്ന് മഴ വർഷിച്ച് മണ്ണിലൂർന്നിറങ്ങി നമ്മുടെ ഭൂഗർഭജലത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ കടലിലെ ജലാശയങ്ങളിൽ നിന്ന് അത് വളരെ ആ ഒരു സൈക്ലിംഗ് ഉണ്ടല്ലോ, ഇങ്ങനെ പുഴയിലൂടെ കടന്നു പോകുന്ന ഈ ജലം എന്ന ഒരു തുള്ളി പോലും സൃഷ്ടിക്കാൻ സാധിക്കാത്ത ഞാനാണ് ഇത് കുടിക്കുന്നത്. ഈ ജലമാണ് എൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എൻ്റെ കിഡ്നിയും എൻ്റെ ആന്തരികാവയവങ്ങളും എൻ്റെ ഈ ഞരമ്പുകളുമൊക്കെ തുടിക്കുന്നത് ഈ വെള്ളത്തിലെ ഊർജം കൊണ്ടാണ്. ഈ വെള്ളമാണ് എൻ്റെ ജീവൻ്റെ തുടിപ്പ്. അതുകൊണ്ട് ഈ വെള്ളം നൽകിയത് എൻ്റെ റബ്ബാ, ബിസ്മില്ലാ. ആ ഒരു ഇഷ്ടത്തോടുള്ള മഹബത്തോടു കൂടെ, അള്ളാഹിനോടുള്ള ഇഷ്ടത്തോടെ ആ വെള്ളം ഇങ്ങനെ ഇറക്കുമ്പോൾ നമ്മുടെ സ്നേഹം ഇങ്ങനെ അള്ളാഹുവിലേക്ക് സ്നേഹം ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന ഒരു ബിസ്മി ഉണ്ടല്ലോ, ആ ബിസ്മിയിൽ ചാലിച്ച ഒരു ആത്മീയ സ്വഭാവം, അതിന് ഇഖ്ലാസിൻ്റെ ഒരു രൂപമാണത്. അപ്പോൾ ഏത് കാര്യം, അത് നിസ്കാരമായിട്ട് വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി ഇങ്ങനെ കൈകെട്ടി 4 റക്അത്ത് നിസ്കരിച്ചേക്കാം, ദൂറായി നിസ്കരിച്ചേക്കാം, ഇങ്ങനെയല്ല. അള്ളാഹുവോടുള്ള ഇഷ്ടം നമുക്കിങ്ങനെ നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമ്പത്ത്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖസൗകര്യങ്ങൾ, ഇതിനൊക്കെ എത്രമാത്രം നമ്മുടെ റബ്ബിനോട് നന്ദി ചെയ്യണം. അള്ളാഹു തന്ന നിയമത്തിൽ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ ആ നന്ദിയുടെ ഇഖ്ലാസ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. അതുപോലെ ഹനഫ, നമ്മൾ ഒരിക്കലും അഹങ്കാരി, അളവ് നമ്മുടെ മനസ്സിൽ അഹങ്കാരമുണ്ടോ സ്വർഗത്തിൽ കിടക്കില്ല. അളവ് പാടില്ല. അതേത് മേഖലയിലായാലും നമ്മൾ നമ്മുടെ സംസാരങ്ങളിലും വാക്കിലും പ്രവൃത്തിയിലും നടത്തത്തിലും മിതത്വം പാലിക്കുന്നവരാണ് വിശ്വാസികൾ. അവർ ഇബാദുർ റഹ്മാനിൽ പറയുന്നുണ്ടല്ലോ, വിനയാന്വിതമായി നടപ്പിലും നോട്ടത്തിലും ഇരിപ്പിലൊക്കെ വിനയമുണ്ടാവണം. നമ്മൾ ജാടയും പൊങ്ങച്ചുള്ള, നമ്മൾ വലിയ ആളുകളായിട്ട്, നമ്മൾ മണ്ണോട് ചേരേണ്ട വെറും മണ്ണായ മനുഷ്യന്മാരാണ്. പച്ച മനുഷ്യരായിട്ട് ജീവിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ഭാഗമാണ്. അത് ചിലപ്പം ഒരു പക്ഷേ ഈ പുരോഹിതന്മാരായ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ജീവിക്കുന്ന ആളുകളിലൊക്കെ ചില സന്ദർഭങ്ങളിലെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. കാരണം കുറേയൊക്കെ ഫോളോവേഴ്സ് വന്ന്, കുറേയൊക്കെ ഒരു ഫാൻസൊക്കെ ആയി, കുറേ സംഘടന കുറച്ച് വലുതായി കഴിഞ്ഞാൽ നിലമറന്നു പോകുന്ന ചില പണ്ഡിതന്മാരുണ്ട്. ചിലരാണ്, എല്ലാവരും കുറ്റപ്പെടുത്തുകയല്ല, ചിലരൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പോൾ അതൊക്കെ മോശമാണ്. അതൊന്ന് ഇസ്ലാമിൽ പറഞ്ഞു, നഫ എപ്പോഴും എളിമയുള്ളവനായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്, വിനീതദാസനായിട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയോട് ഇതാണ് കൽപ്പിച്ചത്. ഇത് കൽപ്പിച്ചപ്പോഴാണ് മുശ്രിക്കുകളും അഹ്ലുൽ കിതാബുകാരും അവർക്ക് ഭിന്നാഭിപ്രായം ഉണ്ടായത് അവിടെയാണ്. ഓക്കെ, അല്ലാതെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അവർക്ക്, ഈ മുശ്രിക്കുകളും പ്രത്യേകിച്ച് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ രണ്ടഭിപ്രായമൊന്നുമില്ല. അള്ളാഹ് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവരുടെ നിത്യജീവിതവുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തുന്നതിലാണ് അവർക്ക് പ്രശ്നം ഉണ്ടായത്. അത് ക്ലിയറായിട്ട് അടുത്ത 2 ആയത്തുകളിൽ പറയുന്നുണ്ട്. ഇന്നല്ലതീൻ, ഇന്ന പറഞ്ഞാൽ ഇൻഡീഡ്, ഇംഗ്ലീഷിൽ പറയണ തീർച്ചയായിട്ട് ഉറപ്പിച്ചോളൂ. ഇന്നല്ലതീന കഫറു, കാഫിറുകൾ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറയിൽ 2-ാമത്തെ പേജിൽ കൃത്യമായിട്ട് നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് കാണണം. അതുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. സത്യനിഷേധികൾ, എല്ലാം അറിഞ്ഞ് അള്ളാഹു ഉണ്ടെന്നും വ്യക്തമായ വേദമാണ് മുന്നിൽ വന്നതും പ്രവാചകനെയും ഒക്കെ വിശ്വസിച്ച ശേഷം ഒക്കെ മനസ്സിലാക്കിയിട്ടും സത്യനിഷേധത്തിലേക്ക് വഴിവിട്ടു പോയ ആളുകൾ, മിൻ അഹ്ലിൽ കിതാബ്, അവർ അഹ്ലിൽ കിതാബുകാരായ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ നസാറാക്കളോ മറ്റുള്ള ഇനി ആരോ ആവട്ടെ, വേദാവകാശം. അതിപ്പോൾ ഇന്ത്യയിലെ വേദക്കാരെയും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ വേദക്കാരായ ഹിന്ദുക്കളും വേദക്കാർ തന്നെയാണ്, അവരും വേദവിശ്വാസികളാണ്. വേദത്തിൽ പിന്നീട് ആ ഈ ഖുർആൻ മുമ്പ് ഖുർആൻ പ്രസക്തമാവുന്ന എവിടെയെന്നറിയും. ഖുർആന് മുമ്പുള്ള വേദങ്ങൾ, ലോകത്തെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളിലെ വേദങ്ങളൊന്നും അന്ന് അവതരിക്കപ്പെട്ട ഭാഷയിലോ, ഇനിയിപ്പോൾ ആ ഭാഷയിലുണ്ടെങ്കിൽ തന്നെ അത് പൂർണ്ണമായ അർത്ഥത്തിലോ ഇന്ന് നിലവിലില്ല. ഇത് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ അല്ലാതെ മറ്റൊന്നും നിലവിലില്ല.
അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ കാലിക പ്രസക്തമാവുന്നത്. പക്ഷേ ആ ഒരു പ്രസക്തത നഷ്ടപ്പെടുന്ന അഹ്ലുൽ കിതാബുകാരായ ആളുകൾ അവർ നിഷേധിക്കുകയാണ് ഖുർആനെ. വൽ മുശ്രിക്കീന, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനെ മൊത്തം നിഷേധിക്കല്ല, ഖുർആൻ്റെ ചില അധ്യാപനങ്ങൾ അവർ നിഷേധിക്കുകയാണ്. ഫീനാർ, അവർക്കുള്ളത് നാരി ജഹന്നം, അവർക്ക് ജഹന്നമാണ്. ഇത് കട്ടൻ്റെയൊക്കെ അവസാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അത് അന്ത്യം കട്ടായം പറയാണ്. ഫീനാരി ജഹന്നം, അവർക്ക് നരകമാണുള്ളത്. നരകമാണുള്ളത് മാത്രമല്ല, കാഫിറുകൾക്ക് ഉള്ള കാരണം കൃത്യമായും അവർക്ക് വേദങ്ങളും വിശുദ്ധ അധ്യാപനങ്ങളൊക്കെ വന്നിട്ടും അവർ ആ ഒരു നിഷേധത്തിൽ തുടർന്നു എന്നതാണ് അവർ ചെയ്ത പാതകം. നാളെ ഒരു പക്ഷേ പടച്ചോൻ്റെ കോടതിയിൽ സാധുക്കളെ, അപ്പോൾ ആദിവാസികളായ ആളുകളുണ്ട്, കാട്ടിൽ ജീവിക്കുന്ന, നഗരവുമായിട്ട് ബന്ധമില്ലാതെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അവർക്കൊന്നും ലോകം പോലും പരിചയമല്ല. അവർ ഒരു പക്ഷേ അവരുടേതായ ഒരു പക്ഷേ അവരുടെ നന്മയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർ ഈ ഖാലിദീന ഫീഹ എന്ന അവസ്ഥയിലേക്ക്, നരകത്തിലേക്ക് തള്ളപ്പെട്ടുകൊള്ളണമെന്നില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം കാഫിറുകൾ ഈ വ്യക്തമായ എല്ലാം അറിഞ്ഞിട്ടും അത് സത്യനിഷേധ മാർഗത്തിൽ തുടർന്നിട്ടുള്ളവർ ഉലായിക്കഹും ഷർറുൽ ബരിയ, അവർക്ക് ഷെർ തന്നെയാണ്. അവർ ചെയ്തതിൻ്റെ ഷെറിൻ്റെ അനന്തരഫലം തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. അത് നരകത്തിലുള്ള നിത്യവാസമാണ് അവർക്കുള്ള ഓഫർ. ഇനി അടുത്തത് ഇന്നല്ലദീന ആമനു, വിശ്വാസികൾ വഅമിലു സ്വാലിഹാത്തി ഉലൈക. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈ രണ്ട് വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വയുഖീമു സ്വലാത്ത വയുത്തു സക്കാത്ത്, നിസ്കരിക്കുന്നവർ സക്കാത്ത് കൊടുക്കുന്നവർ. ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിച്ച് പല സ്ഥലങ്ങളും ഞാൻ വളരെ അത്ഭുതത്തോടെ നമ്മൾ പഠിക്കേണ്ട സംഗതിയാണ്. ഈ നമ്മൾ സൽക്കർമ്മം ചെയ്താൽ സ്വർഗത്ത് പോവുക എന്നല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ ഒരാൾക്ക് സൽക്കർമ്മം പല രീതിയിൽ ചെയ്യാം, ഇപ്പോൾ ഫേമസ് ആവാൻ ചെയ്യാം, അല്ല രാഷ്ട്രീയമായിട്ട് നേടാനും, അല്ല MLA സീറ്റ് കിട്ടാനോ, അല്ലെങ്കിൽ MP ആവാനോ, നാട്ടിൽ വലിയ വലിയ സേവനമായിട്ട് ഇറങ്ങുക, അല്ലേ, അധികാരത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ആളുകൾ ഇമ്പ്രസ് ചെയ്യാനൊക്കെ സേവന പ്രവർത്തനങ്ങൾ. പക്ഷേ ഇൻറ്റൻഷൻ ആമനു ആമിലു സ്വലിയാത്ത് ആകുമ്പോൾ മാത്രമാണ് ഉലൈക്കും ഖൈറുൽ ബരിയ, അവർക്ക് സ്വർഗം കിട്ടുക. അത് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഉദ്ദേശം ലാനുരീദു മിൻകും ജസാഅൻ വല ശുക്കൂറ, അള്ളാഹുവിന് നന്ദി ചെയ്യുക, അവരിൽ നിന്ന് യാതൊരു താങ്ക് യു എന്ന വാക്ക് പോലും, നന്ദി എന്ന ഒരു നന്ദി സൂചകമായൊരു നോട്ടം പോലും പ്രതീക്ഷിക്കാതെ വളരെ നിസ്വാർത്ഥമായി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് സൽക്കർമ്മം ചെയ്യുന്ന എത്ര പേരുണ്ട്? ഞാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ചെയ്യുന്ന ഏത് അമലാണ് ആ അർത്ഥത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്? ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സ്വതക്ക നമ്മളൊന്ന് മനസ്സിലേക്ക് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾ ജസാഉഹും, അവർക്കുള്ള സാലറി, അവർക്കുള്ള റിവാർഡ്, അവർക്കുള്ള പ്രതിഫലം ഇൻദ റബ്ബിഹിം, അള്ളാഹിൻ്റെ അടുക്കലാണ്. ഇൻദ റബ്ബിഹി, റബ്ബ് എന്നുള്ള പദം അള്ളാഹു പല സ്ഥലത്തും, ഇപ്പോൾ ഇവിടെ അള്ളാഹു എന്നിപ്പം റസൂൽ മീനല്ലാഹ് ഉണ്ടല്ലേ, മീനല്ലാഹ് അള്ളാഹുവിൻ്റെ വാക്ക് ഉപയോഗിച്ചു. റസൂലും മീനല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹുവിൽ നിന്നുള്ള റസൂൽ എന്നൊക്കെ ഇവിടെ പറഞ്ഞു. പക്ഷേ ചില കാര്യങ്ങൾ അള്ളാഹ് പറയാം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറയുമ്പോൾ റബ്ബ് എന്നുള്ളത് ഇൻദ റബ്ബിഹിം, പടച്ച റബ്ബേ. നമ്മൾ മലയാളത്തിൽ പറയില്ലേ, നമുക്ക് അള്ളാഹിനെ വിളിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നൊരു വാക്ക്, ഏത് വാക്കിൽ അള്ളാഹിനെ വിളിക്കാം. പക്ഷേ റബ്ബന, 40 സ്ഥലത്ത് റബ്ബന എന്നുള്ള ദുആ ഉണ്ട് വിശുദ്ധ ഖുർആനിൽ. 40 റബ്ബന എന്നുള്ളത് റബ്ബ്. അപ്പോൾ ദുആ വരുമ്പോഴും അള്ളാഹുവും മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളുടെ വിഷയമൊക്കെ വരുമ്പോൾ റബ്ബ് എന്നുള്ള വാക്കാണ് പലപ്പോഴും ഉപയോഗിച്ചായിട്ട് കാണുക. ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ഈ ജന്നാത്ത് തോട്ടങ്ങളും ഈ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ. അവിടെ ഈ ടാക്സ് കൊടുക്കണ്ട. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ എന്തൊക്കെ ടാക്സുകളും, എന്തൊക്കെ ഒരു സെൻറ്റ് ഭൂമി നമുക്ക് എടുക്കാൻ എന്തൊക്കെ പേപ്പർ ശരിയാക്കണം. അവിടെ അങ്ങനെയല്ല, മലനിരകൾ തന്നെ, ഒരുപാട് തോട്ടങ്ങളും എസ്റ്റേറ്റുകളും, ഒരുപാട് വിഭവസമൃദ്ധമായ അവിടുത്തെ വിഭവങ്ങളെ പറ്റിയും സ്വർഗ്ഗലോകത്തെ പറ്റിയൊക്കെ ഒരുപാട് പറയാണ്ട്. ഈ സംസാരം ഒരുപാട് നീണ്ടുപോകും പറഞ്ഞു കഴിഞ്ഞാൽ. ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അസ്തമിക്കാത്ത ഒരു സ്വർഗ്ഗപ്രപഞ്ചമാണത്. ജന്നാത്തും തജ്രീമിൻ തഹ്തിഹൽ നഹർ എന്ന് പറഞ്ഞ പുഴ, അൻഹാർ എന്ന പുഴകൾ തന്നെ. അപ്പോൾ അത്രയും വിശാലമായിട്ടുള്ള സ്വർഗ്ഗത്തോപ്പാണ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരാൾക്കുള്ളത് കിട്ടാനുള്ളതാണ്. നമ്മൾ ഇവിടെ തന്നെ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. പക്ഷെ അത്രയും സുന്ദരമായ സ്വർഗീയ ആരാമങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ ഓഫർ ഖാലിദീന എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഖാലിദീന എന്നുള്ള വാക്ക് ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഖാലിദീന നരകത്തിൽ അവർക്ക്, ജഹന്നമിലുള്ള ഖാലിദീന കാഫിറുകൾക്ക്.
അഹ്ലുൽ കിതാബുകാരും മുശ്രിക്കുകളുമായി നിന്ന് സത്യവേദഗ്രന്ഥം വന്ന ശേഷവും നിഷേധത്തിൽ ഉറച്ചു നിന്ന സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്ക് നരകമാണ്, കാഫിറുകൾക്ക് നിത്യവാസം, ഖാലിദീന, പെർമനൻ്റ് ലൈഫ്, ടെമ്പററി അല്ല. ഭൂമി നമുക്ക് ടെമ്പററി ലൈഫാണ്. പെർമനൻ്റ് ആയിട്ടുള്ള ലൈഫ് കിട്ടുന്നത് ഈ നരകാവകാശിയായിട്ട് ഈ കാഫിറുകൾക്കും സത്യനിഷേധികൾക്കുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതാണ് പെർമനൻ്റ് ലൈഫെങ്കിൽ ജസാഉഹും, നമ്മയെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ നിങ്ങളിത് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അള്ളാഹു അത് ആ ഒരു വലിയ നീയത്തിലേക്ക് നമ്മളൊക്കെ എത്തിക്കട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹു യഥാർത്ഥ മുഅ്മിനായിട്ടും മുത്തഖിയായിട്ടും ജീവിക്കാനും ഈ ഒരു ഖാലിദീൻ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കട്ടെ എന്ന് ഞാനും നിങ്ങളോടൊപ്പം ദുആ ചെയ്യണം. അതിൻ്റെ പരിശ്രമത്തിൻ്റെ മാർഗത്തിലാണ് ഞാനും നിങ്ങളും. പക്ഷേ നാം എന്ന് ഞാൻ പറയുന്നില്ല. അൻഹാർ, ഈ സുന്നതമായ സ്വർഗീയ തോപ്പുകളൊക്കെ കിട്ടുക ഖാലിദീന ഫീഹ, അവർ ഈ ഒരു കാര്യം ചെയ്തവരാണ്. വിശ്വസിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകളുടെ അനന്തരഫലം അവർക്ക് ലഭിക്കുന്ന ഖൈറായിട്ടുള്ള അതിൻ്റെ അനന്തരമായിട്ട് കിട്ടുന്നതാണ് നിത്യവാസം സ്വർഗത്തിൽ. മാത്രമല്ല അവർക്ക് യാതൊരു പരാതിയും അവിടെ ഉണ്ടാവില്ല. റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വറദുവൻ, അവർ അള്ളാഹുവിനെക്കുറിച്ചും തൃപ്തരാണ്. അവർ ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിലൊന്നും അവർ പരാതി പറഞ്ഞിട്ടില്ല. അവർ ക്ഷമയോടുകൂടെ എല്ലാ പരീക്ഷണങ്ങളിലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വന്ന എല്ലാ പരീക്ഷണങ്ങളെയും നേരിട്ട ആ ഒരു വിശ്വാസി സമൂഹം. ദാലിക ലിമൻ ഖശിയ റബ്ബ, അള്ളാഹുവിനെ ഭയപ്പെട്ട. ഈ ഖുശൂ എന്ന പദം ഇവിടെ ശ്രദ്ധേയമാണ്. ഈ സൂറത്തിലെ അവസാനത്തെ വാക്ക് ലിമൻ ഖശിയ റബ്ബ, അള്ളാഹിനെ ഭയപ്പെടുക. നമ്മൾ അള്ളാഹിനെ സ്നേഹിക്കണം എന്നൊക്കെ നമ്മൾ ക്ലാസ്സുകളൊക്കെ പക്ഷേ അള്ളാഹിനെ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു തെറ്റുകളാവട്ടെ, വലിയ വലിയ തെറ്റുകളാവട്ടെ, ഇതൊക്കെ അള്ളാഹിനെ പേടിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യാതിരിക്കുന്നത്. നമുക്ക് സാഹചര്യങ്ങൾ കിട്ടുമ്പോഴും നമ്മുടെ കണ്ണെടുത്ത് ഫോണെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം കാണാൻ നമ്മുടെ മനസ്സ് കൊതിക്കുന്നുണ്ട്, സത്യമല്ലേ? പക്ഷേ ആ മനസ്സ് കൊതിക്കുന്നതിൽ നിന്ന് ഖശിയ, അള്ളാഹുവോടുള്ള ഭയം, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ഇഹ്സാനുള്ള ബോധം മാത്രമല്ല, ഭയം, അള്ളാഹു ശിക്ഷിക്കുമെന്ന ഭയം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിടികൂടിയ ഭയം. ഉമർ എന്ന് പറയുന്ന മക്കയിലെ ഏറ്റവും വലിയ, ഏറ്റവും ശക്തനായ മനുഷ്യൻ, ഖാലിദ് ബിൻ വലീദിനെ പോലെ ഒരുപാട് സഹാബി വര്യന്മാർ, അവരുടെ എല്ലാം കൊണ്ടും കായികമായി, ഹംസ റളിയല്ലാഹു അൻഹു ശാരീരികമായ കരുത്തുള്ള, സാമ്പത്തികമായ വെൽത്തുള്ള, എല്ലാം കൊണ്ടും അനുഗ്രഹീതരായ സഹാബി വര്യന്മാർ, അവരുടെ മനസ്സകങ്ങളിൽ അള്ളാഹുവെക്കുറിച്ചുള്ള ഭയമുണ്ടായത് അള്ളാഹുവെ അറിയുമ്പോഴാണ്. നമ്മളിങ്ങനെ നാവെടുത്ത് ഒരുത്തനെ പറ്റി ഗീബത്ത് പറയാൻ വേണ്ടി നാവ് അനക്കുമ്പോൾ എൻ്റെ നാവിൻ്റെ ചലനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഹൃദയത്തിൻ്റെ തുടിപ്പിൻ്റെ നിയന്ത്രണാധികാരമുള്ള റബ്ബിനെക്കുറിച്ച് കൃത്യമായ ബോധമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ നാവ് കൊണ്ട് സംസാരിക്കാനാവുക? ഇങ്ങനെ ഓരോ കാര്യത്തിലും, ചെറിയ കാര്യമാവട്ടെ വലിയ വലിയ കാര്യങ്ങളാവട്ടെ, അള്ളാഹുവെ ഭയപ്പെട്ടുകൊണ്ട് മുഖ്ലിസീൻ ഇഖ്ലാസോടുകൂടി താഴ്മയോടുകൂടി സക്കാത്ത് കൊടുത്തുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ജസായിലേക്ക്, അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിലേക്ക് നമുക്ക് യാത്ര പോകണം സഹോദരന്മാരെ. അള്ളാഹു ഇതിന് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ.